നമ്പർ 1 സ്ഥാനം വിട്ടുകൊടുക്കാത്ത ദളപതി. തൊട്ടുമുന്നിൽ ശിവകാർത്തികേയൻ. ലിസ്റ്റിൽ ഇടം പിടിച്ചു മഞ്ഞുമൽ ബോയ്സ്. തമിഴ്നാട്ടിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സിനി ട്രാക്ക്. ആദ്യ 10 സ്ഥാനങ്ങളുള്ള സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ദളപതി വിജയ് ചിത്രമായ ദ ഗോട്ടാണ് ലിസ്റ്റിലെ ഒന്നാമത്. രജനികാന്ത് ചിത്രമായ വേട്ടയനെ പിന്നിലാക്കി ശിവകാർത്തികേയൻ ചിത്രമായ അമരൻ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം പിടിച്ചു. വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ദ ഗോട്ട് തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് 219 കോടിയാണ്. സമ്മിശ്ര പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചെങ്കിലും കളക്ഷനെ അത് ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. 455 കോടിയാണ് ലോകമെമ്പാടും നിന്നുള്ള ചിത്രത്തിന്റെ കളക്ഷൻ. വിജയ് നായകനായും വില്ലനായും ഇരട്ടവേഷത്തിലെ ചിത്രം നിർമ്മിച്ച AGS എന്റർടൈൻമെന്റ് ആയിരുന്നു. ആദ്യ ദിവസം 31 കോടി രൂപയാണ് സിനിമ നേടിയത്. വിജയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി ഗോട്ട് മാറി. 600 കോടിയിലധികം നേടിയ ലിയോ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അമരനാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. 161 കോടിയാണ് സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. 300 കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയ ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ 50 ദിവസം തികച്ചിരിക്കുകയാണ്. രജനികാന്തിന്റെ വേട്ടയാന് സമസ്ത പ്രതികരണങ്ങൾക്കിടയിലും 95.5 കോടി തമിഴ്നാട്ടിൽ നിന്ന് നേടി. TJ ജാനുവരി സംവിധാനം ചെയ്ത ചിത്രത്തിന് കേരളത്തിൽ നിന്നും 16 കോടിയോളം നേടാനായി. ഫഹദ് ഫാസിൽ, ഋതിക സിംഗ്, തുഷാര വിജയൻ, റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ധനുഷ് ചിത്രമായ രായനാണ് നാലാം സ്ഥാനത്ത്. 80.25 കോടിയാണ് രായന്റെ തമിഴ്നാട് കളക്ഷൻ. വിജയകരമായി പ്രദർശനം തുടർന്ന അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ആണ് തമിഴ്നാട്ടിൽ അഞ്ചാം സ്ഥാനത്തുള്ള സിനിമ. 70.5 കോടിയാണ് സിനിമ ഇതുവരെ നേടിയത്. മലയാള സിനിമയായ മഞ്ഞുമൽ ബോയ്സ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുണ്ട്. 63.5 കോടി രൂപ നേടി ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനായി മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കി. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം 200 കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്.